വെൽക്കം ടു ലേജൻസ്. നമുക്ക് ചുരിദാറിന്റെ വീഡിയോയാണ് സ്റ്റഡി. ഫസ്റ്റ് വൺ വരുന്നത് അത്യാവശ്യം ഫംഗ്ഷൻ വെയർ അടക്കം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാട്ടോ. ഇതൊരു ടൈപ്പ് ഓഫ് കോട്ട ഫാബ്രിക് എന്ന് പറയാം. നോർമൽ കോട്ടയെക്കാളും കുറച്ച് ഡിഫറെന്റ് ആണ്. ഒരു ജൂട്ടൂടെ മിക്സ് ആയിട്ടാണ് ഈ ഒരു മെറ്റീരിയൽ പോയിരിക്കുന്നത്. ദുപ്പട്ട കാണാൻ നല്ല രസമാട്ടോ. ഫുള്ളായിട്ട് ഒരു ഡിജിറ്റൽ പ്രിന്റ് ആണ് ചെയ്തേക്കുന്നത്. ഈ ഒരു പാറ്റേണിൽ വരുന്ന ഒരു ഡിഫറെന്റ് ലുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ടോപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഒരു അക്കോബ ടൈപ്പ് ഡിസൈൻ മൊത്തത്തിൽ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പോർഷനിൽ ഒരു ജൂട്ട് ഫിനിഷ ഒരു ലൈൻ പോലെ ഒരു ഡിസൈൻ വരും. ബാക്കി ഫുള്ളായിട്ട് ഈ ഒരു ത്രെഡ് വർക്ക് ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ഉണ്ട്. ബാക്ക് സൈഡിലില്ല കേട്ടോ, ഫ്രണ്ട് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു വർക്ക് ഉണ്ട്. ബോട്ടം വിത്ത് ലൈനിങ് ആയിട്ടുള്ള ഐറ്റം ആണ്. ഇതിന്റെ ദുപ്പട്ടയാണ് മെയിൻ ഹൈലൈറ്റ്. മൊത്തത്തിൽ ആ ഒരു തയ്ച്ചിടുമ്പോൾ നല്ല ലുക്കായിട്ട് തന്നെ നിൽക്കും. ഇതിന്റെ നമ്പർ വരുന്നത് G271, റേറ്റ് 1480 1480. രണ്ടാമത്തെ ഷെയ്ഡ് നല്ലൊരു ഗ്രീൻ കളർ ആട്ടോ. പ്രത്യേകിച്ച് ആ കോമ്പിനേഷന്റെ ഒരു കൂടുതലും ഉണ്ട്. ഗ്രീനും പിന്നെ അതിൻ്റെ അകത്ത് ആ ഒരു ലൈറ്റ് ഓറഞ്ച് പീച്ച് മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ഫ്ലവേഴ്സിന് കൊടുത്തേക്കുന്നത്. നല്ല ഭംഗിയുള്ള ഐറ്റം അവിടെ. ശരിക്കും നമുക്കൊരു ഫംഗ്ഷൻ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്ന നല്ലൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഇതിന്റെ ബോട്ടം വിത്ത് ലൈനിങ് ഉണ്ട് കേട്ടോ, സെയിം കളർ തന്നെ, സാറ്റിൻ സിൽക്കിന്റെ ഫാബ്രിക്. നമ്പർ വരുന്നത് G269, റേറ്റ് 1480. അടുത്ത് വരുന്നൊരു മെറൂണിന്റെ ഷെയ്ഡ് ആട്ടോ. അതിൻ്റെ അകത്ത് ഒരു ബ്രിക്കിന്റെ മിക്സ് ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് കൊടുത്തേക്കുന്നത്. നല്ല കളറായത്. എല്ലാം നല്ല വെറൈറ്റി ആയിട്ട് നിൽക്കുന്ന ഡിസൈൻ ആണെങ്കിലും ആ കളർ കോമ്പിനേഷൻ ആണെങ്കിലും നല്ല വെറൈറ്റി ആണ്. ബോട്ടം വിത്ത് ലൈനിങ് ആട്ടോ. നമുക്ക് കറക്റ്റ് കളത്തിൽ നമുക്ക് തയ്ച്ചാലും കിട്ടും. പിന്നെ അങ്ങനെ ഈ ഒരു സാറ്റിൻ സിൽക്കിന്റെ ടൈപ്പ് തന്നെ ലൈനിങ് ഇടുവാണെങ്കിൽ അങ്ങനെ ചുരുങ്ങുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും വരത്തില്ല. ടോപ്പും നല്ല ഫാബ്രിക് ആണ്. ഷാമ്പു വാഷ് ചെയ്താൽ മതി. എല്ലാ ഐറ്റംസും ജസ്റ്റ് ഷാമ്പു വാഷ് ചെയ്തിട്ടാൽ മതി. ഫ്രണ്ടിലൊരു ബട്ടൺ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഫ്രണ്ട് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ഉണ്ട് കേട്ടോ. ഈ ഒരു അക്കോബ ടൈപ്പ് ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത്. പ്ലെയിൻ അല്ല, അതുകൊണ്ട് തന്നെ ഒരു ഭംഗി കൂടുതലും ഉണ്ട്. പിന്നെ നമ്പർ വരുന്നത് G270, റേറ്റ് 1480. അടുത്ത നാലാമത്തെ ഷെയ്ഡ് വരുന്നത് ഒരു ബ്ലൂവിന്റെ ഷെയ്ഡ് ആട്ടോ. ചെറിയൊരു കളർ വ്യത്യാസത്തിൻ്റെ അകത്ത് കാണും. ഭയങ്കര ബ്ലൂ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, ചെറിയൊരു ഗ്രീൻ ടോണിൽ വരുന്ന സൈസ്. പക്ഷേ നോർമലി നമുക്ക് ഒറ്റയ്ക്ക് കണ്ടു കഴിഞ്ഞാൽ ബ്ലൂ എന്ന് തന്നെ നമ്മൾ പറയുള്ളൂ. എന്നാലും ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് കാണുമ്പോൾ കുറച്ച് ഡാർക്ക്നെസ് കൂടുതൽ കാണിക്കും. അതുകൊണ്ടാട്ടോ നമ്മൾ ആ ഒരു ചെറിയ വേരിയേഷൻ വരുന്നതിനാണ് എടുത്ത് പറയുന്നത്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ആ ഒരു ത്രെഡ് വർക്കും കാര്യങ്ങളും ഉണ്ട്. ദുപ്പട്ടയാണ് മെയിനായിട്ട് ആ ഒരു പ്രിന്റ്, ഡിജിറ്റൽ പ്രിന്റ് കൊടുത്തിരിക്കുന്നുണ്ട്. നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. അത്യാവശ്യം ഇങ്ങനെ ഭയങ്കര ഒതുങ്ങി കിടക്കുന്നതല്ല. അതിന്റെ ഒരു പാറ്റേൺ, ആ ഒരു സ്റ്റൈൽ അങ്ങനെ തന്നെയാണ് കേട്ടോ. ശക്കലും പറഞ്ഞിരിക്കും, പക്ഷെ അത് നല്ല രസമാണ് കാണാൻ. താഴെ ടാസൽസ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബോട്ടം വിത്ത് ലൈനിങ് കേട്ടോ. ഇതിന്റെ നമ്പർ വരുന്നത് G268, റേറ്റ് 1480.